കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 7 വറ്റൽമുളക് എടുക്കുക. ഒന്നുകിൽ പിരിയമുളക് എടുക്കുക, അല്ലെങ്കിൽ സാധാ വറ്റൽമുളക് എടുക്കുക. ഞാൻ ഇപ്പോൾ പിരിയമുളക് കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടി ഇതെടുത്തിട്ടുണ്ട്. എരിവും ആവശ്യത്തിനൊരു എരിവ് മതിയാകും. ഒരു പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ചെറിയ രീതിയിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പുളി ചേർത്തിട്ടില്ല, നമുക്കിനി പുളി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി നമ്മൾ സാധാ ചമ്മന്തിയിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടി നിൽക്കണം. അതും കൂടെ ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് ഇത്രയും മതിയാകും. നമുക്ക് അധികം അങ്ങ് മൊരിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം.